കല്യാണി ദാസ്. ഇനി നീ നോക്കിക്കോ, നിന്റെ ഈ മനോഹരമായ കയ്യെഴുത്ത് വെച്ച് ഞാൻ അവളുടെ തലയിലെഴുത്തു മാറ്റും. നീ ഇനി എങ്ങനെയെങ്കിലും ഫൈനൽ കണ്ടസ്റ്റൻസിന്റെ കൂട്ടത്തിൽ ഈ നറുക്ക് കൂടി ഇടണം. അതോടുകൂടി അവളുടെ കാര്യം ക്ലോസ്. എടി, അവളുടെ പേര് ആ ലിസ്റ്റിൽ വന്നു വെച്ച് അവൾക്ക് എന്ത് സംഭവിക്കാനാ? അവള് മത്സരത്തിൽ ജയിച്ചു വന്നാലല്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടാവൂ? നീ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. അവൾ എനിക്ക് എന്നും ഒരു അപശകുന. അഖിലാന്റിക്കാണെങ്കിൽ അവള് മുന്നിൽ വരുന്നത് പോലും ഇഷ്ടമല്ല. ആകെ ആ ആനന്ദിന്റെ സപ്പോർട്ടിൽ മാത്രം അവൾ അവിടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഖിലാണ്ടേശ്വരി ആന്റിയുടെ കൺമുമ്പിൽ പെടരുതെന്ന് പറഞ്ഞവൾ ഈ ബ്യൂട്ടി കോntestൽ പങ്കെടുത്താൽ എങ്ങനെ ഇരിക്കും? കളി മാറുവോ ഇല്ലയോ? നീ തന്നെ ഒന്ന് പറഞ്ഞ്. ആ ഐഡിയ ബെസ്റ്റാണ്. അവരവളെ വെറുത്തിരിക്കും. 100%. ബ്യൂട്ടി കോntest പാർട്ടിസിപ്പന്റ് സെലക്ഷനിൽ അവള് വേദിയിലേക്ക് വന്നാൽ കാറ്റ് വാക്ക് പോയിട്ട് നേരെ ചൊവ്വെ പോലും നടക്കാൻ വയ്യാത്ത അവള് അത് അലങ്കോല ആക്കും. ഫംഗ്ഷന്റെ കളറേ പോകും. അതോടെ കല്യാണിയുടെ കഥ തീർന്നു. പിന്നെ ആന്റി വേണമെന്നില്ല, ആനന്ദ് തന്നെ അവളെ ചവിട്ടി പുറത്താക്കും. അതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം. കൊള്ളാം, സൂപ്പർ. പക്ഷേ ഈ നറുക്കെങ്ങനെ ആ ഫൈനൽ കണ്ടസ്റ്റന്റിന്റെ ബൗളിനകത്തിടും? അവിടെ കാവലിന് ചിലരൊക്കെ ഉണ്ട്. എത്ര കാവലായിരുന്നാലും ശരി, നീ അതിട്ടേ പറ്റൂ. യു ഷുഡ് ഹെൽപ് മീ പ്ലീസ്. പക്ഷേ നന്ദനെ, അതത്ര എളുപ്പമല്ല. എനിക്കറിയാം, പക്ഷേ അവിടെ ഉള്ളത് തൃച്ചംബരത്തെ സ്റ്റാഫാ. എന്നെ തിരിച്ചറിയാം അവര്. പക്ഷേ നീ ഓക്കെയാണ്, നിനക്ക് പറ്റും. പ്ലീസ് ഡാ, പ്ലീസ്. ഓക്കെ, ലെറ്റ് മീ ട്രൈ. ദേവി കാത്തോണേ. ചേച്ചി, ദേ അവിടെ 2 കസേര കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിരുന്നാലോ? അയ്യോ, അതൊന്നും പാടില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നത് മാഡം അങ്ങനെ കണ്ടല്ലേ തീർന്നു കിട്ടോ കാര്യം. നമ്മളോട് ഇവിടെ വരാൻ പറഞ്ഞതേ വരണവരൊക്കെ സ്വീകരിച്ചിരുത്താനും വല്ലതും കുടിക്കാനോ കഴിക്കാനോ ചോദിച്ചാ കൊണ്ടുകൊടുക്കാനുമാ. സെക്കൻഡ് ഓരോരോ കാര്യങ്ങള്. അല്ല, ഇതൊക്കെ കാണുന്ന തന്നെ ഒരു ഭാഗ്യം. ഞാനിതൊന്നും സിനിമയെ പോലും കണ്ടിട്ടില്ല. ചേട്ടന്മാരും ചേച്ചിമാരും സൂപ്പറാ. ഫാഷൻ ഷോ കലക്കും. മനസ്സിലായി മനസ്സിലായി, വഷളൻ. ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. ഷോ ഒന്ന് പോ ചേച്ചി. ഹലോ, അത് ഇവിടെ ഇനി കോമ്പറ്റീഷന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞതാ. എക്സ്ക്യൂസ് മീ. അടുത്തത് സ്വാതി മനോഹർ.
മത്സരത്തിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് കല്യാണി ദാസ്. കല്യാണി, please come to the stage. കല്യാണി ദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇല്ല അച്ഛാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കമല, എന്താ അവളെ കാണിക്കുന്നത്? പത്രക്കാരൊക്കെയുള്ള സദസ്സ. കല്യാണിയോട് വേദിയിലേക്ക് വരാൻ പറ. യെസ് മാഡം. കല്യാണി മാഡം വിളിക്കുന്നു. സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. ചെല്ലടി. ഈ 7 പേരിൽ ആരായിരിക്കും ആ ഭാഗ്യശാലി? ആരായിരിക്കും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഓക്കേ, ഇനി നിങ്ങൾക്ക് മത്സരത്തിനായി തയ്യാറെടുക്കാം. A small break until the contestants get ready, please. അമ്മേ, ഇനി 1 മണിക്കൂറെങ്കിലും എടുക്കും. അച്ഛനും അമ്മയ്ക്കും അത് റൂമിലിരിക്കാം. വരും. ചേച്ചി എന്തിനാ ഇങ്ങനെ കരയണേ? കരയണ്ടെന്നേ. എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നത്? ആരോട് ചോദിച്ചിട്ട്? അച്ഛാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് ആരും എന്നെ ചതിക്കുന്നതാ. നീ അറിയാതെയാണോ നിന്റെ പേര് വന്ന്? കള്ളം പറഞ്ഞോടി. ദൈവമേ, ഇനി എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോന്നെ? അച്ഛാ, നേരാ ഞാൻ പറയണേ. ഞാൻ എന്റെ പേര് കൊടുത്തിട്ടില്ല. സത്യ അച്ഛാ ഈ കല്യാണി പറയണേ. ഒരു കള്ളം വീണ്ടും വീണ്ടും പറഞ്ഞ് നീ സത്യമാക്കാൻ നോക്കണ്ട. നീ അച്ഛന് ഒരു തരത്തിലും സ്വസ്ഥത തരില്ല അല്ലേ? അയ്യോ അച്ഛാ, ഞാനിത് എങ്ങനെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ? എന്റെ ഈശ്വര, ഞാൻ എങ്ങനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ? ദാസേട്ടാ, മാഡത്തിന് ദാസേട്ടനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന്. ഇപ്പൊ വരാം. എനിക്ക് എന്നും എന്റെ അച്ഛൻ തന്നെയാ ഹീറോ. ബാക്കിയുള്ളവരൊക്കെ പിന്നീടാ. ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ മത്സരം ജയിച്ച് ബ്രാൻഡ് അംബാസിഡർ ആയാൽ
നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ദൈവത്തിന് നന്ദി പറയും. ഉം. അനാഥാലയങ്ങൾ സന്ദർശിക്കും, അവരെ സഹായിക്കും. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും. എല്ലാ രാജ്യങ്ങളും ചുറ്റിക്കറങ്ങും. ഐ വിൽ സെലിബ്രേറ്റ് ലൈഫ്. പ്രളയം ബാധിച്ചവരെ സഹായിക്കും. ആ എന്നെ ഈ നിലയിൽ എത്തിച്ചവരോട് എന്നും വിശ്വാസവും കൂറും കാട്ടും. താങ്ക് യു അച്ഛാ. താങ്ക് യു ലവ്ലി ഗേൾസ്. നിങ്ങൾ 2 റൗണ്ടുകളിലും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റിസൾട്ടിന് അല്പസമയം വെയിറ്റ് ചെയ്യാം. സോ ഓഡിയൻസ്, ഇവർക്ക് വോട്ട് ചെയ്യാൻ റെഡിയല്ലേ? ഓഡിയൻസിന്റെ വോട്ട് ആർക്കാണോ അധികം ലഭിക്കുന്നത് അവരായിരിക്കും വിജയിക്കുക. അതുവരെ നിങ്ങൾക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. ജയന്തി തന്നെയായിരിക്കും ബ്രാൻഡ് അംബാസിഡർ. അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ? എനിക്ക് തോന്നുന്നത് പറയാതിരിക്കുന്നത് നല്ലത്. മിണ്ടാതിരുന്നോണം. Okay, so we are all waiting for this moment. ആരാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് ഈ കാർഡിനകത്തുണ്ട്. ഓക്കെ, ഓഡിയൻസിന് ഏകദേശം ഒരു യുനാനിമസ് ആയ അഭിപ്രായമാണ്. 96% വോട്ടോടുകൂടി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് തികച്ചും ഒരു പുതിയ താരത്തെയാണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ കല്യാണി ദാസ്. കല്യാണിദാസിനെ വിജയ കിരീടമണിയിക്കാൻ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡത്തെയും ശിവരാമകൃഷ്ണൻ സാറിനെയും ആനന്ദ് കൃഷ്ണനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബ്രോ, ഇപ്പോഴെങ്കിലും ഈ അരവിന്ദിന്റെ ടാലന്റ് ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. എന്തു പറ്റി കല്യാണി? ഇവൻ പറയുന്നത് ശരിയാണോ? അത് ആ? ഒരു വിശേഷമുണ്ട് വീട്ടില്. നാളെ ഒരു കൂട്ടര് എന്നെ പെണ്ണ് കാണാൻ വരിക. ഗ്രേറ്റ്. കല്യാണിയെ പെണ്ണ് കാണാൻ വരുന്നോ? വളരെ നല്ല കാര്യം.
ഇതിപ്പോ എന്റെ എൻഗേജ്മെന്റിന് മുമ്പ് കല്യാണിയുടെ കല്യാണം കഴിയുന്ന അവസ്ഥയാണ്. എന്നെ ഓവർടേക്ക് ചെയ്യുന്ന ഉറപ്പാണോ? എടാ, പെൺകുട്ടികളുടെ കല്യാണം നേരത്തെ നടത്തുന്നത് നല്ലതാ. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിവേ, കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ. ഐ വിഷ് യു ദ വെരി വെരി ബെസ്റ്റ്. ആ കല്യാണി, അപ്പൊ ഈ പൂ എനിക്ക് എടുക്കാലോ? എടുത്തോളൂ. നിന്റെ ഈ സ്വഭാവ നിന്റെ കോഫിയേക്കാൾ ബെറ്റർ. അല്ല, എനിക്കിപ്പോ എന്തിനാ ഈ പൂവ്? കല്യാണി, എൻഗേജ്മെന്റ് കഴിയുന്നവരെ എന്നെ നല്ല നടപ്പിന് വിധിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് നീ തന്നെ തലയിൽ വെച്ചു. ഓ, കയ്യിൽ ട്രേ ഇരിക്കുന്നോണ്ട് നിനക്ക് വെക്കാൻ പറ്റില്ലല്ലോ. നീ തിരിഞ്ഞേക്ക്, ഞാൻ വെച്ചുതരാം. അയ്യോ വേണ്ട കേട്ടോ. അതെന്താ ഞാൻ ഈ ചെമ്പരത്തി പൂ തലയിൽ വെച്ചാല്? കല്യാണി തിരിഞ്ഞേക്ക്. കല്യാണി, അത് അങ്ങനെ പാടില്ലെന്നാ. എന്തോന്ന് പാടില്ലെന്ന്? നീ ഒന്ന് തിരിഞ്ഞേക്ക് കല്യാണി. അരവിന്ദ്, എന്താ നീ കാണിച്ചത്? എന്താണെന്ന്? പൂ, ചെമ്പരത്തി പൂ. അതെന്തിനാ ഇവളുടെ തലയിൽ വെച്ചു കൊടുത്തത്? ഒരു പൂ തലയിൽ വെക്കുന്ന ഇത്ര വലിയ തെറ്റാണോ? ഛേ, ഒരു പെണ്ണിന്റെ തലയിൽ പൂ വെക്കണമെങ്കിൽ ഒന്നുകിൽ അവളെ കെട്ടിയവനായിരിക്കണം, അല്ലെങ്കിൽ താലി കെട്ടാൻ പോകുന്നവൻ. മനസ്സിലായോ നിനക്ക്? തലയിൽ പൂ വെക്കാൻ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സോറി ഇളയമ, സോറി കല്യാണി. ദേ, പൂ ഇളയമെന്നെ വെച്ചോ, ഞാൻ പോവാ. ഇത് അഖിലാണ്ടേശ്വരി കണ്ടിരുന്നെങ്കിലേ ഈ പൂവിന്റെ ഗതിയായിരിക്കുമായിരുന്നു നിനക്കും. പോയി അടുക്കളപ്പണി ചെയ്യടി. ഇറങ്ങിയിരിക്കുന്നു അവള് ആണുങ്ങളെ മയക്കാൻ. പോടി. പൂവ് തലയിൽ വെച്ച് കൊടുക്കുന്ന അവസ്ഥ വരെ എത്തി. ഇനിയും ഇവളിവിടെ നിന്നാൽ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കാൻ പാടില്ല. കുടിക്കാൻ ഒരു ഗ്രീൻ ടീ എടുക്ക്. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ആ ദന്തൽ കോളേജിന്റെ കാര്യത്തിൽ താല്പര്യമില്ലെന്ന് അറിയിച്ചേക്ക്. കോഴ വാങ്ങി പഠിപ്പിക്കുന്ന ബിസിനസ് വേണ്ട ആനന്ദ് ഗ്രൂപ്പിന്. അവരിങ്ങോട്ട് വിളിക്കും, അപ്പൊ അറിയിച്ചാ മതി. ശരി മാഡം. ആ അമ്മ, ഇത് ആന്റി സെലക്ട് ചെയ്തതാ. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല സെലക്ഷൻ. ഇത് നന്ദന സെലക്ട് ചെയ്തതാ. അല്ലേലും എന്റെ മോളുടെ സെലക്ഷൻ മോശമാരില്ലല്ലോ. ആ, ഇതെല്ലാം സെലക്ട് ചെയ്തതാ. പാക്ക് ചെയ്തോളൂ. ആ ശരി. ചേച്ചി, അപ്പൊ ഞാൻ സെലക്ട് ചെയ്തതോ? ആ,
അതും കൂടി ചേർത്ത് പാക്ക് ചെയ്തു. ശരി മാഡം. അച്ഛനെത്തി, സമാധാനായി. കുഞ്ഞെ, എന്താ ദാസേട്ടാ? അത് കല്യാണി നാളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആഹാ, അവൾക്കൊരു സാരി എടുക്കാൻ പോണം. ഇതേ അപ്പുറത്തൊരു കൊച്ചു ജൗളിക്കടയുണ്ട്. അവിടം വരെ പോകാൻ ഒരു അരമണിക്കൂർ സമയം കിട്ടിയിരുന്നെങ്കിൽ അവളുമായിട്ട് പോയിട്ടൊരു സാരി എടുത്തിട്ട് വരായിരുന്നു. അതിന് കല്യാണി എവിടെ? ഇതേ അവിടെ റോഡിൽ നിൽപ്പുണ്ട്. കുറെ നേരമായിട്ട് പാവ അവിടെ നിൽക്കുക. ദേ ആളെത്തി. ആ. ദാസേട്ടാ, കല്യാണി ഇങ്ങ് വിളിക്കാം. സാരി ഈ കടയിൽ നിന്ന് എടുക്കാം. അയ്യോ കുഞ്ഞെ, ഇത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കയറാൻ പറ്റിയ കടയല്ല. കുഞ്ഞു കയറിക്കോ, ഞങ്ങളുടെ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. എന്റെ ദാസേട്ടാ, ഈ കൊച്ചു കട വലിയ കട എന്നൊന്നും നോക്കണ്ട, വിലയും ശ്രദ്ധിക്കണ്ട. കല്യാണിയോട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാരി എടുക്കാൻ പറ. ബില്ല് ഞാൻ പേ ചെയ്തോളാം. കുഞ്ഞെ, അത് ഒന്നുമില്ല ദാസേട്ടാ, നമ്മുടെ ഏതെങ്കിലും സ്റ്റാഫിന് കല്യാണമായാൽ നമ്മൾ സാരി എടുത്തു കൊടുക്കാറില്ലേ? ഇതിപ്പോ അഡ്വാൻസ് ആയിട്ട് ചെയ്തു എന്ന് കരുതിയാ മതി. ദാസേട്ടൻ കല്യാണിയെ വിളിച്ചോണ്ട് അകത്തേക്ക് വാ. ചെല്ല. ശരി കുഞ്ഞെ. എന്താ അച്ഛ ഈ കാണിക്കണേ? എത്ര നേരമായി കാത്തു നിൽക്കണു. നിന്ന് എന്റെ കാല് വേര് വന്നു. സാരമില്ല മോളെ. മോളെ അറിഞ്ഞോ, ഈ ടെക്സ്റ്റൈൽസ് എന്നാ നമ്മൾ സാരി വാങ്ങാൻ പോകുന്നത്. എന്റെ ഭഗവതിയെ, അച്ഛനത് എന്താ പറ്റിയേ? ഈ ടെക്സ്റ്റൈൽസ് ഒന്നോ? നടന്നതുപോലെ തന്നെ നടക്കും മോളെ, നടക്കും. വലിയ കുഞ്ഞു പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ള സാരി ഇവിടുന്ന് വാങ്ങിച്ചോളാൻ. എത്ര രൂപയാണെങ്കിലും വലിയ കുഞ്ഞു കൊടുത്തോളാം. സത്യം? നേരാണോ അച്ഛൻ പറയണേ? ദേ, വെറുതെ എന്നെ മോഹിപ്പിക്കല്ലേ. വെറും മോഹല്ല മോളെ, സത്യം. മോള് വാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ. എന്തു പറ്റി? നീ എന്താ നിന്നത്? അതല്ല അച്ഛാ, അവിടെ അതിനുള്ളിൽ അഖിലാണ്ടീശ്വര മേഡം ഇല്ലേ? നമ്മളെങ്ങനെ അവിടെ കണ്ടാ? ഏയ്, അതൊന്നും സാരമില്ല. 2-3 നിലയിൽ കടല് പോലെ കിടക്കുന്ന കടയിൽ എങ്ങനെ കാണാനാ? നമുക്കൊരു സൈഡ് നിന്ന് പെട്ടെന്നൊരു സാരി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങാം. മോള് വാ, വാ. വാ മോളെ. അച്ഛാ, നമുക്ക് പടിയേറി പോവാ. വാ അച്ഛാ.
മാഡം ഉം. എല്ലാം മംഗളമാവട്ടെ. ഹലോ. ആ യെസ് സർ. വാങ്ങോളെ. കണ്ടു. മോളിയല്ലേ അച്ഛൻ അല്പം പലഹാരം വാങ്ങിച്ചിട്ട് വരാം. നമ്മുടെ ആൾക്കാരും കൂടി വിളിച്ചോ. പിള്ളേ നമുക്ക് പോയിട്ട് വരാം. കല്യാണി അടിപൊളിയായിട്ടുണ്ടല്ലോ. കല്യാണിക്ക് സാരി നല്ല സ്റ്റൈലാ. എന്താ യാത്ര വല്ലതും പോകുന്നുണ്ടോ? ഏയ് യാത്രയൊന്നും പോകുന്നില്ല. അതെ, ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അത് അമ്മയോട് പറയാൻ വന്നതാ. കാലക്കി. എപ്പോഴാ വരണേ? പറ്റെങ്കിൽ ഞാനും കൂടി അങ്ങ് ചെക്കനെ കാണാൻ കൂടിയാലോ? ആ പിന്നെന്താ, 10 മണിന്നാ പറഞ്ഞിരിക്കണേ. ചെലപ്പോ വൈകൂട്ടോ. അത് സാരമില്ല. എനിവേ അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ കല്യാണിക്കും കല്യാണമായി. എനിക്ക് മാത്രം എന്താ ദൈവമേ കല്യാണി പോലെ ഒരു പെണ്ണിനെ കിട്ടാത്തത്. ഇരിക്കേ മോനെ. ചേച്ചി വിളിക്കേ. ചേച്ചി ധൃതി വെക്കണ്ട. ഇതൊക്കെ എടുത്ത് കഴിക്കൂ. കുട്ടി ഇപ്പൊ വരും, എടുത്ത് കഴിക്കും. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണം. ദേ ചേച്ചി വരുന്നു. ഇതും കൂടി എടുത്ത് കഴിക്കുവോ? അല്ല, കാര്യങ്ങളൊക്കെ രാമേന്ദ്രപിള്ള പറഞ്ഞു കാണുമല്ലേ? ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, ദാസേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ നിങ്ങളോട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്. കല്യാണി പോലൊരു പെണ്ണിനെ ഇക്കാലത്ത് കിട്ടില്ല. ഇവളെ മരുമകളായി കിട്ടുന്നവര് ഭാഗ്യം ചെയ്തവരാ. കല്യാണിയുടെ ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടമായി. അതാ പിന്നെ താമസിക്കണ്ടെന്ന് വെച്ചത്. ദാസേട്ടാ. ആ അനിയൻ കുഞ്ഞ്. ആ വാവിഞ്ഞ് ആ. കല്യാണി പെണ്ണ് കാണാൻ വന്നവരാ. ആഹാ. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കൊള്ളാം, സെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ഏഞ്ചൽ ലുക്കൊക്കെ ഉണ്ട്. ചുമ്മാതിരിക്കും. ചായ എടുക്കട്ടെ? വേണ്ട. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മേഡത്തിന്റെ ഇളയ മോനാ. ഓ നമസ്കാരം. ആ ഇരിക്കും. ഞാൻ ഈ പെണ്ണ് കാണാൻ ചടങ്ങൊന്നും ലൈവായി കണ്ടിട്ടില്ല. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പഴാ നേരിട്ട് കിടന്ന്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ HNC കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡാ. ഓ, അത്യാവശ്യം തിരക്കേടില്ലാത്ത ശമ്പളമൊക്കെ കിട്ടും. ഗുഡ്. കല്യാണിയെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. ഷീസ് ദ ബെസ്റ്റ്. ഇതുപോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ചുമ്മാതിരിക്കും. മോൾക്ക് പയ്യന് ഇഷ്ടായോ? അച്ഛന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം.